കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ വലിയ രീതിയിൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പത്തനംതിട്ടയിൽ നിന്ന് അതിശയിപ്പിക്കുന്ന ഒരു സംഭവം പുറത്തുവരുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന പരാതിയെ തുടർന്ന് ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ നിയമം ലംഘിച്ചെന്ന ആരോപണം ഉയർന്നതോടെയാണ് ഈ നടപടി. ഇതൊരു വ്യക്തിയുടെ മാത്രം പിഴവായി കാണേണ്ട സംഭവമാണോ, അതോ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന സന്ദേശം നൽകുന്ന നടപടിയായിട്ടാണോ ഇതിനെ കാണേണ്ടത്? റിപ്പോർട്ടുകൾ പ്രകാരം പത്തനംതിട്ട ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക വാഹനത്തിൽ മദ്യലഹരിയിൽ വാഹനം ഓടിച്ചെന്ന പരാതിയാണ് ഉയർന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയതിന് പിന്നാലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. സംഭവം വലിയ ചർച്ചയായത് സംസ്ഥാനത്ത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി പോലീസ് തന്നെ ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കുന്ന സമയത്താണ് ഈ ആരോപണം പുറത്തുവന്നത്. ഇത് സാധാരണ ട്രാഫിക് നിയമലംഘന വാർത്ത മാത്രമല്ല, കാരണം നിയമം നടപ്പാക്കുന്ന വിഭാഗത്തിലെ ഒരാളാണ് ആരോപണ വിധേയനായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ലഹരി ഉപയോഗം, മദ്യപിച്ച് വാഹനമോടിക്കൽ, അപകടകരമായ ഡ്രൈവിംഗ്, കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ എന്നിവയാണ് ഈ ഓപ്പറേഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പല ജില്ലകളിലായി നൂറുകണക്കിന് പരിശോധനകളും കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾ അറസ്റ്റിലാവുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് സാധാരണത്തിലധികം പ്രാധാന്യം ലഭിക്കുന്നു. സാധാരണ ഒരു പൗരൻ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പോലീസ് കേസെടുക്കും. പക്ഷേ അതേ നിയമം പാലിക്കേണ്ട പോലീസുകാരൻ തന്നെയാണ് അത്തരമൊരു ആരോപണത്തിൽ പെടുന്നതെങ്കിൽ ജനങ്ങൾ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഉയരും. നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ? പോലീസുകാർക്കും അതേ മാനദണ്ഡമാണോ? അല്ലെങ്കിൽ പ്രത്യേക പരിഗണന ലഭിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ജനങ്ങൾ തേടുന്നത്. ഇപ്പോൾ 3 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പ്രിയേഷ്, രാഹുൽ, സുമൻ എന്നിവരാണ് ഇവർ. മദ്യപിച്ച് വാഹനം ഓടിച്ച ഡ്രൈവർ പ്രിയേഷിനെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനം ഓടിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതി ഓപ്പറേഷൻ തുഫാൻ പരിശോധനയ്ക്കിറങ്ങിയ പോലീസ് സംഘത്തെ പിന്തുടർന്ന് തടയുകയായിരുന്നു. പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പത്തനംതിട്ട നഗരത്തിൽ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു നാടകീയ സംഭവങ്ങൾ. മൈലപ്ര ഭാഗത്ത് നിന്ന് വന്ന പോലീസ് ജീപ്പ് പലയിടത്ത് വെച്ചും മറ്റു വാഹനങ്ങളെ ഇടിക്കാൻ ചെന്നിരുന്നു. ഇതിനിടെയാണ് വനിതാ ഡ്രൈവർ ഓടിച്ച ഓട്ടോറിക്ഷയിലും തട്ടാനൊരുങ്ങിയത്. നിർത്താതെ പോയ ജീപ്പിനെ പിന്തുടർന്ന് ഇവർ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് സമീപത്ത് റിംഗ് റോഡിൽ വെച്ച് ജീപ്പ് തടഞ്ഞ് അപകടകരമായ യാത്രയെ ചോദ്യം ചെയ്തു. നാട്ടുകാരും കൂടി രംഗം വഷളായതോടെ ജീപ്പിലുണ്ടായിരുന്ന ഒരാൾ ബാഗുമായി ഇറങ്ങി ഓടിയെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നവർ തടഞ്ഞു വെച്ചു. ബഹളം കൂടിയതോടെ പത്തനംതിട്ട പോലീസ് 3 പേരെയും കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തുകയും ചെയ്തു. ജനങ്ങളുടെ വിശ്വാസമാണ് പോലീസിന്റെ ഏറ്റവും വലിയ ശക്തി. പോലീസിന് ആയുധമുണ്ട്, നിയമപരമായ അധികാരമുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നിലനിർത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ സാധാരണ പൗരന്മാരെക്കാൾ ഉയർന്ന ഉത്തരവാദിത്തോടെ പെരുമാറേണ്ടതുണ്ട്. കാരണം ഒരു ഉദ്യോഗസ്ഥന്റെ തെറ്റായ നടപടി മുഴുവൻ വകുപ്പിന്റെയും പ്രതിച്ഛായ ബാധിക്കും.